ഞങ്ങൾ 90s കിഡ്സിനെയൊക്കെ സംബന്ധിച്ച് നമ്മൾ മെൻ്റൽ ഹെൽത്തിനെ കുറിച്ച് ഒരുപാട് അങ്ങനെ ചർച്ച ചെയ്യുന്ന ആൾക്കാരല്ല. നമുക്ക് മനസ്സിന് ഒരുപാട് വിഷമങ്ങളുണ്ടായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട്, കാര്യങ്ങളുണ്ട്. പക്ഷേ ഈ സമയത്ത് നമുക്ക് തെറാപ്പികളൊന്നും ഇല്ലാതിരുന്നിട്ടില്ല. നമുക്ക് തെറാപ്പികളുണ്ടായിട്ടുണ്ട്, തെറാപ്പിസ്റ്റുകളുണ്ടായിട്ടുണ്ട്. പലപ്പോഴും തമാശകളിലൂടെ ഞങ്ങളുടെയൊക്കെ മനസ്സിലുള്ള ആ വിഷമം മാറ്റിത്തന്ന കുറേ ആൾക്കാരാണ്. പക്ഷേ ഈ കോമഡികൾക്കുള്ളിലൊക്കെ അവർ ഒളിപ്പിച്ച് വെച്ച കുറേ രഹസ്യങ്ങളുണ്ട്. പലപ്പോഴും ഇവരുടെ തമാശകളും സിനിമകളൊക്കെ നമ്മൾ റിപ്പീറ്റ് കാണുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്ന അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ വളർച്ചയുടെ ഓരോ കാലഘട്ടത്തിലും ഈ തമാശകൾ നമ്മളെ ഹിറ്റ് ചെയ്യുന്നത് പല രീതിയിലാണ്. ആദ്യമൊക്കെ ചിരിച്ച് കളയാനുള്ളതായിരുന്നു. പിന്നെ വന്നപ്പോൾ വളരെ സീരിയസ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ, ആ തമാശകൾക്കിടയിൽ കുറേ വേദനകൾ, കുറേ കാര്യങ്ങളൊക്കെ അവർ ഹൈഡ് ചെയ്യുന്നുണ്ട് ഈ തമാശക്കിടയിൽ എന്ന് ഞങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങി. അങ്ങനെ ലൈഫിലെ വളരെ വിഷമിപ്പിക്കുന്ന ഘട്ടങ്ങളൊക്കെ വരുമ്പോൾ ഞങ്ങൾ ഈ കൊമേഡിയൻസിനെ പോലെ തന്നെ അതിനെ വളരെ സർക്കാസ്റ്റിക്കായിട്ട് കാണാൻ തുടങ്ങി. അങ്ങനെയൊക്കെ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മളിങ്ങനെ മെൻ്റൽ ട്രോമയും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ ഇങ്ങനെ കടന്നു പോകും. അപ്പോൾ അത് കടന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അതിനെ കുറേ തമാശയൊക്കെ ആയിട്ട് കാണാൻ തുടങ്ങി. പലപ്പോഴും ലൈഫിലെ സീരിയസ് ഘട്ടങ്ങളിൽ ചില തമാശകൾ നമ്മൾ കണ്ടെത്താൻ തുടങ്ങി. ചിലപ്പോൾ സിനിമകളിലെ തമാശകൾ നമ്മൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് കാണാനൊക്കെ തുടങ്ങി. ഞങ്ങളുടെ കുറച്ച് തെറാപ്പിസ്റ്റുകൾ, അതിൽ ഒരു വലിയൊരു തെറാപ്പിസ്റ്റ്, അദ്ദേഹത്തെ നമുക്ക് നഷ്ടമായി. ഒരുപാട് നേരത്തെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ യാത്ര എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് നമ്മളെ വിട്ടുപിരിഞ്ഞ ഹാസ്യ കലാകാരൻ, അങ്ങനെ പറഞ്ഞാലും പോരാ, ഒരു മികച്ച നടൻ സലിംകുമാർ. സലിമേട്ട, ഒരുപാട് നന്ദി. ഇത്രയും കാലം ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ കുട്ടിക്കാലം മുതൽ ഉണ്ടായിരുന്ന, ഞങ്ങളെ ലൈഫിൽ പല ഘട്ടങ്ങളിലും തടസ്സങ്ങളൊക്കെ നേരിടുമ്പോൾ അവിടെയൊക്കെ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ട്രിക്സും ടിപ്സും തമാശകളും ഒക്കെ പറഞ്ഞു തന്നതിന്, അതുപോലെ തന്നെ കൊമേഡിയൻസിനും മികച്ച നടനാവാൻ കഴിയും. നിങ്ങൾ സ്റ്റീരിയോടിപ്പിക്കലാക്കാൻ നോക്കിയാലും അവിടെ നിന്ന് കുതിച്ചു വരാൻ കഴിയും. അതിപ്പോൾ സിനിമയിൽ മാത്രമല്ല, ഏത് മേഖലയിലാണെങ്കിലും സാധിക്കും എന്ന് കാണിച്ചു തന്നിട്ടുള്ളതും സലിമേട്ടൻ തന്നെയാണ്. മലയാള സിനിമയിൽ അദ്ദേഹം ദേശീയ അവാർഡ് കൊണ്ടുവന്നു, ഒരു കൊമേഡിയൻ സംസ്ഥാന അവാർഡുകൾ നേടി. ഇതെല്ലാം തരുന്ന ഒരു ഇൻസ്പിറേഷൻ കൂടിയുണ്ട്. ഞാൻ കണ്ടിട്ടുള്ള ഒരുപാട് മികച്ച നടന്മാരുണ്ട്. അതിൽ പലപ്പോഴും ചില ആക്ടേഴ്സ് ഹാസ്യ നടന്മാരെന്നാണ് അറിയപ്പെടുന്നത്. അവർക്ക് മറ്റു റോളുകൾ കിട്ടുമ്പോൾ അവരതിനെ അഭിനയിച്ച് കാണിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഒരു റോ ആയിട്ടുള്ളൊരു മനുഷ്യൻ്റെ വികാരങ്ങളെ, അയാളുടെ അനുഭവങ്ങളെ എല്ലാം എത്രത്തോളം ആഴത്തിൽ അവരും ഉൾക്കൊണ്ടിട്ടുണ്ട്, അവരും ഇതെല്ലാം കടന്നു വന്നിട്ടുണ്ട് എന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അത്തരത്തിലുള്ള റെയർ ആയിട്ടുള്ളൊരു ആക്ടറായിരുന്നു സലിംകുമാർ. എനിക്ക് അതുപോലെ കൊച്ചിൻ ഹനീഫയെ ഭയങ്കര ഇഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ടൈമിങ്, തമാശകൾ, ഇമോഷണൽ ആയിട്ടുള്ള രംഗങ്ങളൊക്കെ അവതരിപ്പിക്കുമ്പോൾ അതുപോലെ തന്നെയാണ് സലിമേട്ടനും. എന്നെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ച് കളഞ്ഞത് കേരള കഫേ എന്ന് പറയുന്ന ഫിലിം ആന്തോളജി, അതിലുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു പെർഫോമൻസാണ്. തൻ്റെ സിറ്റുവേഷൻ കൊണ്ട് അമ്മയെ ഉപേക്ഷിക്കേണ്ടി വരുന്ന ഒരു മകൻ്റെ പെർഫോമൻസ്, അത് കണ്ടപ്പോൾ അതുവരെ ഞാൻ കണ്ടിട്ടുള്ള സലിംകുമാറിനെ അല്ല ഞാനവിടെ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു പെർഫോമൻസ് ആണെങ്കിലും അദ്ദേഹം കരയുന്ന രംഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും കൂടുതൽ പേര് എനിക്ക് തോന്നുന്നു ഓർത്തിരിക്കുന്ന കഥാപാത്രങ്ങളിലൊന്ന് CID മൂസയിലുള്ള കഥാപാത്രമാണ്. ഞങ്ങളുടെ വീട്ടിൽ പണ്ടൊരു CD സെറ്റ് ഉണ്ടായിരുന്നു. അതിൽ CID മൂസയുടെ CD 3 ഡിസ്ക് ഉണ്ട് കേട്ടോ. അത് ഞങ്ങൾ ബാക്ക് ടു ബാക്ക് റിപ്പീറ്റ് അടിച്ച് വീട്ടിലെല്ലാവരും കുത്തിയിരുന്ന് കണ്ട് ചിരിച്ച് മറിഞ്ഞിട്ടുള്ള സിനിമയാണ്. ഈവൻ അതിലെ തമാശകൾ നമ്മൾ പലപ്പോഴും യൂട്യൂബിലും മറ്റും റിപ്പീറ്റ് അടിച്ച് കാണാറുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ മീംസ് ഷെയർ ചെയ്യുന്നുണ്ട്. സലിംകുമാർ ഏട്ടനെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വാട്സപ്പിൽ കൂടെ ആണെങ്കിലും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്റ്റിക്കർ, ഒരു മീം, ഒരു ജിഫ്, എങ്ങനെ ആയിക്കോട്ടെ നമ്മുടെ വികാരങ്ങളെ നമ്മൾ പലപ്പോഴും പ്രത്യേകിച്ച് തമാശകളോ പരിഹാസങ്ങളോ ഒക്കെ ആയിക്കോട്ടെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ സലിംകുമാർ ഏട്ടനിലൂടെയാണ്. ഇനിയപ്പോൾ അത് ഓരോന്ന് അയക്കുമ്പോഴും നമ്മൾ പെട്ടെന്ന് മനസ്സിലൊരു ചെറിയൊരു വിങ്ങൽ കുറച്ച് നാളത്തേക്കെങ്കിലും തീർച്ചയായിട്ടും ഉണ്ടാവും. പിന്നെ പറഞ്ഞു വന്നത് CID മൂസയിൽ നിന്നായിരുന്നു. ആ സിനിമയിൽ അദ്ദേഹത്തിൻ്റെ ആ പെർഫോമൻസ് അതിൽ പ്യുവർ കോമഡിയാണ്. പിൽക്കാലത്ത് ഞാൻ ആലോചിച്ച് നോക്കിയപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ പല തമാശകളും മറ്റൊരാൾ ചെയ്തിരുന്നെങ്കിൽ അത് ഒരു ചളിയാവുമായിരുന്നു, വളിപ്പാവുമായിരുന്നു എന്നൊക്കെ തോന്നുന്ന തമാശകൾ തന്നെയാണ്. അതെങ്ങനെ അദ്ദേഹം അത് തമാശയാക്കി മാറ്റി എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തത്. അതാണ് പറഞ്ഞത് പ്യൂർ ടാലൻറ്റ്. അതെല്ലാവരെ കൊണ്ട് സാധിക്കുന്ന ഒന്നല്ല, ഒരു റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത ഒരു നഷ്ടം തന്നെയാണ് മലയാള സിനിമയ്ക്കുള്ളത്. അദ്ദേഹം അവതരിപ്പിച്ച മണവാളൻ എന്ന് പറയുന്ന കഥാപാത്രത്തെ നോക്കിയാൽ പോലും നമുക്കറിയാം, ആ കഥാപാത്രത്തിൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. കുട്ടിക്കാലം തൊട്ടുള്ള ട്രോമ തൊട്ട് ഇന്നും ആ കഥാപാത്രം അനുഭവിക്കുന്ന ഒരുപാട് വിഷമങ്ങളുണ്ട്. പക്ഷേ എന്നിട്ടും ലൈഫിനെ ആ കഥാപാത്രം ആഘോഷിച്ചാണ് ജീവിക്കുന്നത്. ഇതൊക്കെ കണ്ടു വളർന്നതുകൊണ്ടാവും നമ്മളും പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴും
കൂടുതൽ തകരുന്നതിനേക്കാളും ജീവിക്കുന്നത് എത്രത്തോളം ബെറ്റർ ആക്കാം എന്നത് തന്നെയാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത്. കുറേ നാളായിട്ട് അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഞാൻ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഉടനെ തന്നെ തീർച്ചയായിട്ടും അത്തരത്തിലൊരു തിരിച്ചുവരവ് പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ ഇത് പ്രതീക്ഷിക്കാത്തൊരു നഷ്ടമാണ് നമുക്കുണ്ടായിട്ടുള്ളത്. എൻ്റെ ഉൾപ്പെടെ ഒരുപാട് പേരുടെ കുട്ടിക്കാലത്തെ ഓർമ്മകളിൽ ഒന്നാണ് അദ്ദേഹം. ഒരുപാട് കഥാപാത്രങ്ങളിലൂടെ, ഒരുപാട് തമാശകളിലൂടെ ഞങ്ങളുടെ എല്ലാം മനസ്സിൽ എന്നും സലിമേട്ടനുണ്ടാവും.